ഹായ്, ഞാൻ നവാസ് ഖാൻ കല്ലമ്പലം. കണ്ടതും കേട്ടതും യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ വികൃതി, പ്രപഞ്ചത്തിൽ നമ്മോടൊപ്പം അധിവസിക്കുന്ന സമൂഹത്തിനിടയിൽ മരങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ കണ്ടതും കേട്ടതും പരിപാടി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. രണ്ട് മരങ്ങളെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അതിൽ സ്റ്റാറും വില്ലനും എന്ന് പറയുന്ന രണ്ട് മരങ്ങളെക്കുറിച്ചാണ്. അതിലൊരു മരം ചാരാണ്. ചാര് മരത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ മുന്നിൽ വിശകലനം ചെയ്ത് തന്നെ ഞാൻ പോകുന്നതാണ്. ചാരുമരം ഈ കാണുന്നതാണ് ചാരുമരം. പ്രിയരെ, ഈ ചാരുമരം എന്ന് പറയുന്ന സാധനം നമ്മളുടെ പ്രകൃതിയിൽ ഏറ്റവും വികൃതിയുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ചാരുമരം എന്ന് പറയുന്നത്. ഈ ചാരുമരം നക്ഷത്രാടിസ്ഥാനത്തിൽ ചിലർക്ക് മാത്രമേ ഈ ചാരുമരത്തിനെ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ചാരുമരത്തിനെ തൊട്ട് കഴിഞ്ഞാൽ ചില നക്ഷത്രക്കാർക്ക് അത് ദേഹമാസകലം പൊള്ളുകയും നീർവീഴ്ച സംഭവിക്കുകയും അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കുന്ന മരമാണ് ഈ ചാരുമരം എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ വലിയൊരു മരമുണ്ട്, തേമ്പ്ര എന്ന് പറയും. ആ തേമ്പ്ര മരവും ചാരുമരവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായ മരങ്ങൾ തന്നെയാണ്. ഇവ രണ്ട് മരങ്ങളുടെയും കറയോ അതിൽ ചില ആൾക്കാർക്ക് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും, ആ തരത്തിലുള്ള മരമാണ് ചാരുമരവും തേമ്പ്രമരവും. അപ്പോൾ നീർവീഴ്ചയുണ്ടായി ദേഹമാസകലം പൊള്ളൽ പോലെ ചൊറിച്ചിലുണ്ടായി പൊട്ടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. ആ സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരക്രിയ, അതാണ് പ്രകൃതിയുടെ വികൃതി. ഒരു മരം വികൃതി കാട്ടുമ്പോൾ ആ പ്രകൃതിയോട് പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മാനവരാശിക്ക് ഒരു നല്ല ഒരു സഹായം എന്ന് പറയുന്ന പോലെ അതിന് പ്രതിവിധി ഉള്ള ഒരു മരമാണ് താന്നി മരം. ഇവിടെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൊരുന്തമൺ ശ്രീ ഉടയവങ്കാവ് ശിവക്ഷേത്ര ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരു താന്നിമരം നിലകൊള്ളുന്നുണ്ട്. ആ മരത്തിനെ കൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഈ ചാരുമരവും തേമ്പ്രയും ഇത് പൂവും കായും ഒക്കെ യഥേഷ്ടം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഈ കായ പണ്ട് നാളുകളിൽ അലക്ക് കമ്പനിയിൽ അലക്കുകാർ, അതായത് യഥേഷ്ടം തുണികൾ അലക്കി ഇസ്തിരിയിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മളുടെ നാട്ടും പ്രദേശങ്ങളിലും ടൗൺ ഏരിയകളിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധാരാളം തുണികൾ വരുമ്പോൾ അതിനൊരു നമ്പർ ഇടണം. അതിന് ഈ കായ കരിച്ച് അതിൻ്റെ കറയെടുത്ത് അത് കൊണ്ടാണ് നമ്പറിട്ട് വരുന്നത്. അപ്പോൾ അതിനും ആ സംഭവം അലക്ക് കമ്പനിക്കാർ ഉപയോഗിച്ച് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ഈ
ചാരുമരവും തേമ്പ്രമരവും അതിൽ നിന്ന് ഉണ്ടാവുന്ന ദൂഷ്യ ഫലങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം നമുക്ക് സഹായകരമായ ഒരു മരമാണ് താന്നിമരം. ആ താന്നിമര ചുവട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ താന്നിക്കായും നമുക്ക് പരിചയപ്പെടാൻ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ശ്രീ ഉടയവൻകാവ് ശിവക്ഷേത്ര പരിസരമാണ്. പൊരുന്തമൺ ശ്രീ ഉടയവൻകാവ് ശിവക്ഷേത്ര പരിസരമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ താന്നിമരം. അതിൽ തൊട്ട് ആ ചാരുമരത്തിലോ തേമ്പ്രമരത്തിലോ തൊട്ട് ഉണ്ടാകാവുന്ന അസുഖത്തിന് പരിഹാരം ഇതാണ് താന്നിമരം. ഓർത്ത് വയ്ക്കുക. ഒരു നല്ല ഒരു അറിവായി തന്നെ കണ്ടതും കേട്ടതും പരിപാടിയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ താന്നിമരം ഒരു പടുകൂറ്റൻ താന്നിമരമാണ്. ഇതാണ് താന്നിമരം. നമ്മുടെ കാവുകൾ ചെറു കാടുകളായിട്ട് നിലനിർത്തി പോകുന്നതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്നും ഈ ചെറിയ കൊച്ചു ഗ്രാമങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് ഒരു മരം ഒരു പക്ഷി എന്നൊക്കെ പറയും. ആ ഒരു മരം ഒരു പക്ഷി യഥേഷ്ടം ഇങ്ങനെയുള്ള ഒരു കൊച്ചു ചെറിയ കാവുകളും വനാന്തരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷികൾക്ക് ഏറെ ആവാസ യോഗ്യമായ ഒരു ഇടമായി മാറും. നമ്മൾ എന്തായിരുന്നാലും ഒരു താന്നിക്കായ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. താന്നിക്കായ നിൽക്കുന്നുണ്ട്. താന്നിക്കായ ഇതായി നിൽക്കുന്നുണ്ട്. ധാരാളം യഥേഷ്ടമുണ്ട്. യഥേഷ്ടം ആ കൊലയായിട്ട് തന്നെ താന്നിക്കായ ഉണ്ട്. നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഒരു കായെങ്കിലും പറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നോക്കാം. നല്ല പടർപ്പ് കിടക്കുകയാണ്, ഇടതുങ്ങി കിടക്കുന്ന പടർപ്പുകൾ. സംഭവം കിട്ടി. ഇതാണ് താന്നിക്കായ. ഈ താന്നിക്കായ പണ്ട് നാളിൽ എൻ്റെ കുട്ടിനാളിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് പോയി നുള്ളി പറക്കി കൊണ്ടുവന്ന് തല്ലിപ്പൊട്ടിച്ച് തിന്നും. നല്ല ഔഷധ ഗുണമുള്ള ഒരു കായയാണ്. ഈ കായ നമ്മൾ തല്ലിപ്പൊട്ടിച്ച് അരച്ച് പാലിൽ കലക്കി നമ്മൾ കുടിക്കാൻ നോക്കുമ്പോൾ അത് ആ പാല് നല്ല മഞ്ഞ കളറായിട്ട് ഇരിക്കും. നല്ല ഒരു പോഷക ഗുണമുള്ള കായ തന്നെയാണ് ഈ താന്നിമരം. ചാരുമരത്തിൽ നിന്നും തേമ്പ്രമരത്തിൽ നിന്നും ഉണ്ടാകാവുന്ന ദോഷവശത്തിന് പരിഹാരം ചെയ്യുന്നത് പണ്ട് നാളിൽ പറഞ്ഞറിവും കേട്ടറിവും കണ്ടതും കേട്ടതും പരിപാടി ആ ഒരു ദിശയിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ചാരുമരത്തിൽ നിന്നും തേമ്പ്രമരത്തിൽ നിന്നും ഉണ്ടാകാവുന്ന ആ ദൂഷ്യഫലങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതാണ് ഈ താന്നിമരം. താന്നിമരത്തിന് ചുറ്റും വലം വയ്ക്കണം.
വലം വയ്ക്കുക എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യമോ അതിൽ അധികമോ എത്രയോ കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് പ്രകാരം അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ എത്ര പ്രാവശ്യം ഇടാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ആ മരത്തിന് ചുറ്റും നമ്മൾ വലം വയ്ക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം: ചാരു മരം ചതിച്ച ചതിക്ക് താന്നിയമ്മാച്ചൻ പിഴ മൂളണം. ചാര് ചതിച്ച ചതിക്ക് താന്നിയമ്മാച്ചൻ പിഴ മൂളണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം. മരുന്നും മന്ത്രവും അതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. പ്രകൃതിയിൽ നിന്നും വരുന്ന വികൃതി ആയി നമ്മൾ ഇത് കണക്കാക്കുക തന്നെ വേണം. മരങ്ങൾക്കിടയിലും സ്റ്റാറും വില്ലനും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞ് വനാന്തരങ്ങളും കാവുകളും വള്ളിപ്പടർപ്പുകളും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊരു കൊച്ചറിവായിട്ട് നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. കണ്ടതും കേട്ടതും പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. നവാസ് ഖാൻ കല്ലമ്പലം നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും പര്യവസാന ടൈമിൽ പറയാറുണ്ട്: വീണ്ടും സന്ധിക്കും വരെ വണക്കം.